ഭീകരഭൂതമതേ കാതം നീറ്റണു തീയത് നീട്ടിടുകാതരമേ കാളി കരാളികളാടണ കാനന കാഹളമേ കാറും പേറണു നോവണ കാനനനാദമിതേ കരിയേറിയ പൂമ്പുനമുള്ളിൽ നീറണ കേളികളാടിയവൻ കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവിൽ നീറ്റണു കാലനവൻ കരിയമ്പിനും അമ്പരമമ്പിളി മേലിലും അമ്പരമേട്ടിലുമേന്തണതെന്തിത് പുകയിത് പടരണു കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങിത് എറുമ്പമ്പും ചൂരും കെട്ടിട്ടോടും നേരം തീരം കാണാൻ ആടിത്താറി താളം തെറ്റിക്കേളം തീരം തീയിൽ തീരുന്നോ ഗെറ്റ് ഔട്ട്. നിനക്കത് മാനേഴ്സ് ഇല്ലേ? രണ്ടുപേര് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഡോർ നോക്കിയാതെ കയറി വരുന്നേ. അവനോടല്ല നിന്നോടാ പുറത്തു പോകാൻ പറഞ്ഞേ. ഇനി പറ, എന്താ മോന്റെ പ്രശ്നം? എന്തിനാ ഡോറും തള്ളിപ്പിടിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നേ? എന്ത് പ്രശ്നം? ഞാൻ ടൈം എത്രയായെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ശരി, എനിക്ക് കുറച്ച് മെയിൽസ് ചെക്ക് ചെയ്യാണ്ട് ഞാൻ പോട്ടെ. ആ വീടാ നിൽക്കും. നിനക്കെന്തോ എന്നോട് ചോദിക്കാനുണ്ട്. എന്താന്ന് വെച്ചാലും ചോദിച്ചോ. ഞാൻ മരിക്കോ? ഈ കാളിയുടെ ജീവിതം നിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഒതുക്കി വച്ചതും നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നു നിന്ന തോന്നൽ കൊണ്ടെൻ ചനവേ. എടാ ചെറുക്ക, നീ ഇങ്ങനെ നോക്കല്ലേ. അവസാനം കയ്യിൽ പോയിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതിന് പിടിച്ചു വെക്കാൻ ആരേലും പറഞ്ഞോ? നീ കളിക്കാതെ പൊക്കെ. നിനക്ക് ഇമെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞേ. കഷ്ടം കേട്ടോ, വിളിച്ചു വരുത്തി അലട്ടിട്ട് സദ്യ അല്ലാന്ന് പറയുന്നേ. ഈ സദ്യ വർഷങ്ങളായി കാത്തു വെച്ച സദ്യ. അത് തിന്നാൻ മാത്രമുള്ള ആരോഗ്യം നിനക്കുണ്ടോ? സദ്യ തിന്നാൻ ഞാൻ തയ്യാറാണെങ്കിലോ? എടാ ശിവ, സോറി ഗൈസ്, നിങ്ങളുടെ റൊമാൻറ്റിഫിക്കേഷനിലായിരുന്നു ഞാൻ അറിഞ്ഞില്ല. പട്ടി നശിപ്പിച്ചൊക്കെ. എടാ തിണ്ടി, നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടടാ എന്റെ കഞ്ഞി പാറ്റിടാമെന്നേ? ആഹാ, 5 വർഷമായിട്ട് എന്റെ മാവ് പൂക്കുന്നില്ല, എന്നിട്ടാ ഇന്നലെ മച്ച നിന്റെ സമ്മതിക്കാലടാ ഞാൻ. നിനക്ക് എന്താടാ വേണ്ടേ? ജിത്തുനോട് വീണ്ടും പിണങ്ങി? വെറുതെ ഒന്നുമില്ലല്ലോ, നിന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ. അവന്റെ പിണക്കം മാറ്റി എന്തേലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടോ? ഇല്ല മോനെ ഇല്ല, ഞാൻ അപ്പണിയുടെ നിർത്തി. പ്ലീസ് ഡാ, ഇനി ഞാൻ ചോദിക്കില്ല. ഇത് ലാസ്റ്റ് ടൈമാ. കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് മോൻ പറഞ്ഞേ. സത്യമായിട്ടും ഇത്തവണ ലാസ്റ്റ്. നടക്കില്ല മോനെ, ഇത്തവണ നീ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ആഹാ, ആയിക്കോട്ടെടാ ആയിക്കോട്ടെ. നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. പണ്ട് പഠിക്കുന്ന സമയത്ത് താങ്കളുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് കൊടുത്ത് ബാറിൽ പോയത് മുതൽ നീ ഇങ്ങോട്ട് വരുന്നതിന്റെ മുമ്പേ എമിലീനെ വളച്ചത് വരെ എന്റെ സഹായത്തോടെയാണ്. ഒന്നും ഫ്രീ ആയിട്ടൊന്നും ആയിരുന്നില്ലല്ലോ. അന്ന് നീയും എന്റെ ഒപ്പം അടിക്കാണ്ടായിരുന്നില്ലേ? പിന്നെ എമിലി, അവളെ ഞാൻ ബെറ്റ് വെച്ച് കളച്ചതാ. അതിൽ നിന്ന് കിട്ടിയ പൈസ മൊത്തം നമ്മൾ രണ്ടുപേരും കൂടെ കുടിച്ചു തീർത്തേ. അപ്പൊ നീ എനിക്ക് ഐഡിയ പറഞ്ഞില്ല? ഇല്ല, ഇപ്രാവശ്യം ഞാൻ അർജുന്റെ കൂടെയാ. നീ നോക്കിക്കോ, നിന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ പ്രശ്നം ഞാൻ തീർക്കും. ഓ, നടന്നാ മതി. സർപ്പരാജായ വിദ്മഹേ പദ്മഹസ്തായ ധീമഹി തന്നോ വാസുകിഃ പ്രചോദയാത്. ഇടവമാസത്തിലെ വാവ് കഴിഞ്ഞാൽ പിറ്റേത്ത ആഴ്ച ഉത്സവം, അതായത് മഹാപഞ്ചമി നാൾ. പക്ഷേ അതിനുമുമ്പ് ഒരു പൂജ നടത്താണ്ടല്ലോ. അതായത് വാവിന്റെ അന്ന് നാഗദൈവങ്ങളെയെല്ലാം പ്രീതിപ്പെടുത്തണം.
അതിനൊരു മഹാപൂജ തന്നെ ആവശ്യമാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കുറിച്ചു തരാം. തിരുമേനി, അപ്പോ എന്റെ മോന്റെ കാര്യവും? വിധി അതാർക്കും തടുക്കാനാവില്ല എന്നല്ലേ പറയാറ്. പക്ഷേ ഇവിടെ ശിവയുടെ കാര്യത്തിൽ ദൈവം ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് കാളിക്ക് മാത്രമേ അവനെ രക്ഷിക്കാനാകൂ. കാളിക്കോ? അതെങ്ങനെ നടക്കുക? പ്രപഞ്ചത്തിലെ ഓരോ പ്രതിസന്ധിക്കും അതിൻ്റെതായ മറുമരുന്നുണ്ടാകും. അത് തേടി കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ കർത്തവ്യം. ഇവിടെ ശിവയുടെ കാര്യത്തിൽ അത് കാളിയാണ്. കാരണം അവനിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവനിൽ നിന്ന് തന്നെ ഇതിനെല്ലാം അവസാനവുമുള്ളൂ. പക്ഷേ തിരുമേനി, കാളി അവൻ പുനർജനിച്ചിട്ടുണ്ടാവുമോ? പേടിക്കണ്ട, കാളി പുനർജനിച്ചിട്ടുണ്ടാവും. കാരണം ശിവ പുനർജനിച്ചാൽ പിന്നെ കാളി പുനർജനിക്കാതിരിക്കുമോ? അവൻ ശിവയെ കണ്ടെത്തുക തന്നെ ചെയ്യും. നിങ്ങൾ എന്താണ് ഈ നോക്കി നിൽക്കുന്നത്? ഇന്ന് വൈകുന്നേരത്തേക്കാണ്, അല്ലാതെ നാളേക്കല്ല. ആ പന്തലൊന്നും വലിച്ചു കെട്ട്. ഓ സോറി, ഞാൻ ഈ തിരക്കിന്റെ ഇടയിൽ മറന്നുപോയതാ. ഞാൻ ഇപ്പൊ ആളെ വിടാം. അളിയാ, നൈറ്റ് പൂജയ്ക്കുള്ള ആൾക്കാർ ആ രമേശന്റെ കടയിന്റെ അവിടെ വന്നിട്ടുണ്ട്. അവരൊന്നും കൂട്ടിക്കൊണ്ടുവരുമോ? പിന്നെന്താ, ഈ കിണ്ടിയും വളക്കും ഞാൻ കുറെ നേരമല്ലോ കൊണ്ടു നടക്കൽ തുടങ്ങിയിട്ട്. ഇത് ആരെടുത്താ കൊടുക്കണ്ടേ? അർജുന, കിണ്ടി. ഇവനിപ്പോ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി? ഞാൻ കിണ്ടി തന്നെയല്ലേ പറഞ്ഞേ, അല്ലാതെ പാടില്ല. നീ ഇതും കൊണ്ട് നടക്കുകയാണോ? അല്ലെന്തേട്ടാ, ഇത് ഞാൻ എവിടേക്കും? എന്റെ നെഞ്ചത്തോട്ടേക്ക്. നീ എങ്ങോട്ടാടാ? അല്ല, ഇങ്ങേട്ടനല്ലേ വെക്കാൻ പറഞ്ഞേ. ഈ കിണ്ടി വളക്കോ? ആ, ഇങ്ങനെ പോയാ നിനക്ക് അവനെ തരണോന്ന് ഞാൻ ഒന്നും കൂടി ആലോചിക്കേണ്ടി വരും. ഇത് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വാ, 100 കൂട്ടം പണിയുണ്ട്. അപ്പളാ അവന്റെ കിണ്ടി. ചേച്ചി, ഈ പായസം നോക്കിക്കേ, ഇത് മതിയോന്ന്? ആ, ഇത് മതി, ഇത് കൊള്ളാം. ഞാനൊന്ന് നോക്കട്ടെ. ഇത് വായിക്ക് വെക്കാൻ കൊള്ളുന്നില്ല. ഇതാണോ പായസം? ഇങ്ങനെയാണോ പായസം ഉണ്ടാക്കുക? അതന്നെയാണ്, അവക്ക് പായസം വെക്കാനൊന്നും നിച്ചല്ല. നീ ഒന്ന് മാറിക്കൊടുത്തേ, ചേച്ചി വെച്ച് കാണിച്ചു തരും എങ്ങനെ പായസം വെക്കണ്ടേ എന്ന്. അത് പിന്നെ എനിക്ക് നിങ്ങൾക്ക് വെച്ച് തരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഉച്ചക്ക് ഏതായാലും ഈ പായസം മതി. എടാ ശിവ, പ്ലീസ് ഡാ, എന്തേലും ആയിട്ട് പറഞ്ഞോണ്ടാ. ഇത്രയും ദിവസമായി, എന്നിട്ടും അവൻ എന്നോട് മിണ്ടുന്നില്ല. നീയല്ലേ പറഞ്ഞേ എന്റെ സഹായം വേണ്ടാന്ന്. ഏത് നേരത്താണോ ഇവനോട് ഞാൻ പറയാൻ തോന്നി. പോട്ടെ, നീ ഒരു കാര്യം ചെയ്യും, അവൻ 1 കിലോ ഓറഞ്ച് വാങ്ങിച്ചു കൊടുക്കും, അപ്പൊ തീരും. നീയടാ ഉയർന്നമ്പൻ. എടാ, നീ ആ കമ്പനിയിൽ നിന്ന് പോന്നു, എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചായിരുന്നു. ഇപ്പോഴോ? അല്ലടാ, ഞാൻ ചത്തിട്ട്. അത് വേണേ നോക്കാം. എന്ത്? ഒന്നുമില്ല അച്ഛാ, ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞതാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, കമ്പനിക്കാരന് പോയിട്ട് അവിടേക്ക് എത്താതെ വേറെ എങ്ങോട്ടെങ്കിലും പോയാ എന്റെ സ്വഭാവം മാറും. അത് ഓർത്ത് താങ്കൾ പേടിക്കുകയേ വേണ്ട, ഞാൻ അവന്റെ ഒപ്പം പോവാ. നീ എന്റെ ഒപ്പം വരുമൊന്നും വേണ്ട. അതെന്താ, അവൻ വന്നാ മോനെ നീ അവന്റെ ഒപ്പം പോയിക്കൊണ്ടു. നോ, വി വാണ്ട് ടു ന്യൂ മോഡൽ ഇൻ ദാറ്റ് പ്രൊജക്ട്. എടാ അളിയാ, ഇവന്മാരിപ്പ ആരാ? എടാ വന്നപ്പോ നീ ഒന്നും കൂടി ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. സത്യം പറയടാ, നീ എന്താടാ തേക്കുന്നേ? നീ ഇപ്പൊ തനി നാട്ടിൻപുറ ചെക്കനായിന്. അല്ല, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? ഞങ്ങൾക്കാണോ വിശേഷം? നിനക്കല്ലേ മൊത്തം വിശേഷങ്ങൾ. ശിവ, നീയല്ലേ എന്നോട് സാധനങ്ങൾ വാങ്ങാണ്ടെന്ന് പറഞ്ഞേ? എന്നിട്ട് നീ ഇവിടെ സംസാരിച്ചിരിക്കുക. ഞാൻ പുറത്തു പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ? ഞാനോ? എന്ത് സാധനം വാങ്ങാണ്ടെന്ന്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു, നീ നേരത്തെ എന്നോട് പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ല, നിനക്ക് തോന്നിയതാവും. എനിക്കൊന്നും വാങ്ങാനില്ല. എന്നാ എനിക്ക് വാങ്ങാനുണ്ട്, നീ എന്റെ കൂടെ വാ. ബ്രോക്ക് സാധനം വാങ്ങാൻ എന്തിനാ അവൻ വരുന്നേ? ഈ കുരുപ്പിനൊന്ന് തട്ടിയാലോ? അത് ചോദിക്കാൻ നീ ആരാ? ഇല്ല, ഇതെന്റെ ഫ്രണ്ട്സാ. ഹായ് ബ്രോ, ഐ എം ജാക്സൺ. ഐ എം ഫിലിക്സ്. ഹായ്, ഐ എം ഇന്ദ്ര. അറിയാ ബ്രോ, ശിവ ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ശിവ, നീ വരുന്നുണ്ടോ അതോ ഇല്ലയോ?
ഏയ് ബ്രോ പോയിക്കോ, അവൻ ഇന്ന് പ്രതീക്ഷിക്കണ്ട. അല്ലേല് ശിവ, നീ ബ്രോന്റെ ഒപ്പം പോയിക്കോ, നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഇന്ദ്ര, നിനക്ക് നല്ല ജലസാണ് കേട്ടോ. എനിക്കോ? എനിക്ക് ജലസൊന്നുമില്ല. ഏയ് ഇല്ലേ ഇല്ല. പിന്നെ കുറച്ചു നേരത്തെ നീ എന്തേന്ന് കാണിച്ചേ? അത് പിന്നെ എനിക്ക് നിന്നോടൊന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല. എപ്പോഴും നിന്റെ ഒപ്പം ജിത്തോ അല്ലെങ്കിൽ എന്റെ അനിയനോ ഉണ്ടാവും. ഇന്ന് അവരൊന്ന് ഒഴിഞ്ഞു കിട്ടി, അപ്പൊ ഇതേ വേറെ രണ്ടെണ്ണം. താങ്ക് ഗോഡ്, എന്റെ ചിക്കന് തീരെ കുശുമ്പില്ല. അല്ല ഇന്ദ്ര, നീലെന്താ സാധനം വാങ്ങാണ്ടെന്ന് പറഞ്ഞേ? എന്നിട്ടെന്താ ഇവിടെ? അതെന്താ, നിനക്ക് ബീച്ച് ഇഷ്ടല്ലേ? എന്ത് ബീച്ച് ഇഷ്ടല്ലേന്നു? ഇഷ്ടല്ലാത്ത ആരേലും ഉണ്ടാവൂ? പിന്നെന്ത് ചോദിച്ചു? ഇതൊന്നും പതിവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതെങ്ങനെ? വീട്ടിൽ വെച്ച് നിന്നോട് ഒരക്ഷരം എനിക്ക് മിണ്ടാൻ കഴിയുന്നില്ല. നല്ല മണമുള്ള പൂവിനെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ ചുറ്റും എപ്പോഴും പൂമ്പാറ്റകൾ ഉണ്ടാവും. അതേപോലെ നിന്റെ ചുറ്റും ആരെയെങ്കിലും ഉണ്ടാവും. ഇന്ന് നല്ല മൂഡിലാണല്ലോ. ഞാൻ എന്നും നല്ല മൂഡിലല്ലേ? നീ എന്നെ ശ്രദ്ധിക്കാത്തോണ്ടാ. പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ആ ശ്രുതിനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവളുടെ സ്വഭാവം അത്ര ശരിയില്ല. എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഏയ്, കണ്ടിട്ട് അത്ര വലിയ കുഴപ്പമുണ്ടെന്നൊന്നും തോന്നിയില്ല. എന്നാലൊന്ന് സൂക്ഷിച്ചേക്ക്. എനിക്ക് അവളെ ചെറുപ്പം മുതൽ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. എടാ അർജുനെ, പ്ലീസ് ഡാ, ഒന്നും മിണ്ടടാ. നീ എത്ര ദിവസമായി എന്നോട് മിണ്ടാതിക്കണേ. ഇനി ഞാൻ ആരുടെയും മുഖത്തോരും നോക്കൂലടാ. എടാ പുന്നാര മോനെ ജിത്തു, കഴിഞ്ഞ പ്രാവശ്യം നീ ഇതേ ഡയലോഗ് തന്നെയാടാ പറഞ്ഞേ. ഇപ്രാവശ്യം എന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അങ്ങനെ മാത്രം പറയില്ലേ. എത്ര വേണേലും നിനക്ക് ഞാൻ ഓറഞ്ച് വാങ്ങിച്ചു തരാം. അങ്ങനെയാണിച്ച് ആ ക്ഷമിക്കാം. എന്നോടാ കളി. ഇത്ര ഉള്ളു എന്റെ പിണക്കം മാറ്റാൻ. ബട്ട് വൺ കണ്ടീഷൻ. ഇനി അഥവാ നീ ആരെങ്കിലും വായ നോക്കിയാലോ? അങ്ങനെങ്ങാനും നീ ആരുടെയും വായ നോക്കിയ അന്ന് ഞാൻ ടോപ്പാവും മോനെ. അതൊന്നും നടക്കത്തില്ല. ഞാൻ ബോട്ടാവാനോ? നോ വേ. അങ്ങനെയാണെങ്കിൽ നിന്നോട് മിണ്ടണോ എന്ന കാര്യം ഞാനൊന്ന് ഇരുത്തി ആലോചിക്കേണ്ടിയിരിക്കുന്നു. വേണ്ട വേണ്ട, എനിക്ക് സമ്മതാണ്. അതാണ്ട് കോഴിത്തരം കാട്ടിയാലല്ലേ? ഞാൻ കാട്ടാതിരുന്നാ പോരെ. കാട്ടാതിരിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അത് നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതല്ലേ. നോക്കിക്കോ, ഇന്നു മുതൽ ഞാൻ ഡീസന്റ് ആയിരിക്കും. എക്സ്ക്യൂസ് മീ കുട്ടി. അയ്യോ, അവൻ കണ്ട്. നീ വീട്ടിലേക്ക് വാ, ഇതിനുള്ള ഞാൻ തരാം. അയ്യോ, ഇന്ന് രാത്രി നടക്കത്തില്ല. ഇന്ന് രാത്രി വീട്ടിൽ പൂജയല്ലേ. പൂജ കഴിഞ്ഞ ശേഷം രാത്രി എന്റെ വക നിനക്കൊരു പൂജ. ഇന്ദ്ര, ഇന്ദ്ര കണ്ണു തുറക്ക്. നിനക്കെന്താ പറ്റി? ഇന്ദ്ര കണ്ണു തുറക്ക്. ശിവ, ജിത്തു, ഇന്ദ്ര കണ്ണു തുറക്കുന്നില്ല. എന്തെങ്കിലും പറ്റുന്നുള്ളത് എനിക്കല്ലേ പറ്റണ്ടേ, അല്ലാതെ അവനല്ലല്ലോ. അവനങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ ഇപ്പോ
തറവാട്ടിലേക്ക് അവനെ കൊണ്ടുപോകും. ഇന്ദ്ര, നിനക്ക് എന്താ പറ്റി? കണ്ണു തുറക്ക്. ശിവ, എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ ശിവ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ തോന്നും. ഇന്നലെ രാത്രി മൊത്തം നീ അതന്നെയല്ലേ ചെയ്തോണ്ടിരുന്നേന്ന്? ഐ ആം സോറി, പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. നിനക്ക് വേദനിക്കൊന്നും ചെയ്തില്ലല്ലോ. ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുത്. കുറച്ചെങ്കിലും ഒന്ന് റെസ്റ്റ് തരാമായിരുന്നു. പൊന്നു ചിത്തു, വല്ല ആവശ്യമുണ്ടായിരുന്നു ഇങ്ങനെ രന്നു വാങ്ങാന്? എടാ ചിത്തു, നീ എങ്ങോട്ടാടാ ഈ ഇഴഞ്ഞു പോകുന്നേ? ഇന്നലെ പൂജയുടെ ആഫ്റ്റർ എഫക്റ്റ് ആടാ. പൂജയുടെ ആഫ്റ്റർ എഫക്റ്റോ? നീ എന്തീ പറയുന്നേ? നിന്റെ കഴുത്തിൽ എങ്ങനെ ഈ പാട് വന്നേ? അത് പിന്നെ അത് കൊതുകടിച്ചതാ. അതേപോലെ ഇന്നലെ രാത്രി എന്റെ ദേഹത്തോടെ ഒരു പാണി ലോറി കയറിയതാടാ. തികച്ച് കെട്ടിയല്ലേ? അവൻ ഇത്രയും കഴിവേറിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, രൂപം കണ്ടിട്ട് വിലയിരുത്തരുതെന്ന്. നല്ല വേദനിക്കുന്നുണ്ടോ? എന്നെ കൊണ്ട് ഒരടി നടക്കാൻ വൈകുന്നില്ല. അല്ല, നിനക്കോ? സത്യം പറഞ്ഞ എന്നെ കൊണ്ട് ഒന്നിനും വയ്യ. പിന്നെ അഭിനയിക്കുന്നു എന്ന് മാത്രം. എന്താണ് മക്കളെ, നിങ്ങൾ രണ്ടുപേരും നെറ്റ്സ് പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നേ? പോയെങ്കിലേ പോയി. ആരാടാ എന്റെ മക്കളുടെ സാധനം എടുത്ത്? അല്ല, എന്താ പോയത്? അത് പിന്നെ ഒന്നുമില്ല അച്ഛ. അവൻ ഇന്നലെ കണ്ട സീരിയസിലെ കഥ പറയും. അതിൽ നായി കുളിച്ചോടി പോയി. ഓ സോ സാഡ്. അല്ല, എന്താ സ്റ്റോറി? അത് പിന്നെ രണ്ട് നിഷ്കളങ്കമായ മാലാകന്മാരുടെ രക്തം മൂറ്റി പിടിച്ച വാമ്പേറിന്റെ സ്റ്റോറിയാണ്. വാവ്, പണ്ടേ എനിക്ക് വാമ്പേറിനെ പേടിയായതുകൊണ്ട് ഞാൻ ഇതിനൊന്നും പോവാറില്ല. പിന്നെ എന്റെ മമ്മി തന്നെ ഉണ്ടല്ലോ എന്നെ പേടിപ്പിക്കാൻ. എന്താ മനുഷ്യ നിങ്ങൾ പറഞ്ഞേ? ഒന്നുമില്ല, നീ നല്ല സുന്ദരിയാന്ന് ഞാൻ മക്കളോട് പറയായിരുന്നു. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വഴിപാട് കഴിക്കാനുള്ളവർ ക്യൂ പാലിക്കേണ്ടതാണ്. ഘോഷയാത്ര ഉടനെയാകും ക്ഷേത്രത്തിലേക്ക് എത്തുന്നതാണ്. ക്ഷേത്ര വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് അറിയിക്കുന്നു. അവന്മാരൊക്കെ അവിടെ? അവരിവിടെ എവിടെയിലൊക്കെ ഉണ്ടാവും. എന്റെ പൊന്നഞ്ജലി, ഇതുവരെ കഴിഞ്ഞില്ലേ നിന്റെ ഒരു കാര്യം? ആൾക്കാർ വരുന്നത് നിന്നെ കാണാനൊന്നല്ല. നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞാ മതിയല്ലോ. ദേ മനുഷ്യ, നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക? വരുന്നില്ലേ?
എന്റെ പെണ്ണത്തേക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു. എടി, ഏതായാലും നമ്മുടെ മോൻ ഒറ്റയ്ക്കല്ലേ, അവനൊരു കൂട്ട് നമുക്ക് കൊടുത്താലോ? അയ്യടാ, വയസ്സാം കാലത്തൊഴുന്നേരുടെ കൂതി. ഞാനിപ്പോഴും സ്ട്രോങ് ആണ് പെണ്ണാട്ടി. ഇന്ദ്രേട്ടോയ്. ഇതാര്? അല്ല, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ആ, അച്ഛനിപ്പോ സുഖായിരിക്കുന്നു. പിന്നെ ഇന്ദ്രേട്ടാ, താങ്ക്സ് അന്ന് എന്നെ രക്ഷിച്ചേന്. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയൊന്ന് ശ്രദ്ധിച്ചാ മതി. ഈ പ്രേമത്തിന് പറയുമ്പോ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് നല്ല ഭംഗിയുള്ളതാണെന്ന്, ഒന്ന് ഇരുണ്ടതായിരിക്കും. നമ്മള് വിശ്വസിച്ച് കൊടുക്കുന്ന സ്നേഹം ചിലപ്പോ ഇങ്ങോട്ട് അങ്ങനെ ആയിരിക്കണം എന്നില്ല. അത് കരുതി പ്രേമം തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനതിൻ്റെതായിട്ടൊരു ഭംഗിയുണ്ട്. എല്ലാരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ സ്വഭാവം ഒന്ന് മാറ്റിയാൽ മതി, വേറൊന്നുമില്ല. അർജുനെ, ശിവ എവിടാ? അവൻ നിന്റെ ഒപ്പല്ലേ? എന്റെ ഒപ്പണ്ടിട്ട് ഞാൻ നിന്നോട് ചോദിക്കൂ. നിങ്ങൾ രണ്ടാളൊപ്പം വരാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നേരത്തെ പോന്നേ? അല്ല, ഇനി ഇന്ദ്രേട്ടന്റെ അടുത്തുണ്ടാവോ? ഏയ്, അവിടെ ഇല്ല. ഞാൻ ഇപ്പൊ അവിടുന്നാ വരുന്നേ. ഇന്ദ്രേട്ടാ. ആ, നീ ഇപ്പോഴാണോ വരുന്നേ? അല്ല, ശിവ എവിടെ? അവനെ കാണുന്നില്ല. അവൻ എവിടെ പോവാനാ? നിങ്ങൾ എല്ലായിടത്തും നോക്കിയോ? ഞങ്ങൾ ഇവിടെ എല്ലായിടത്തും നോക്കി. അവന്റെ ഫോൺ അഞ്ച് സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചിട്ട് എടുക്കുന്നില്ല. എടാ മക്കളെ, നിങ്ങള് ശിവേനെ കണ്ടു? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്കൊന്ന് പേടി തോന്നുന്നു. അവനെ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. ഇപ്പൊ വരും. ഫോണിൽ ചാർജ് ഇല്ലാത്തോണ്ട് സ്വിച്ച് ഓഫ് ആയി പോയതാ. പിന്നെ അമ്മായിനെ എന്റെ അച്ഛൻ എന്ന് അന്വേഷിക്കേണ്ടിരുന്നേ. എന്തോ അത്യാവശ്യമുണ്ട്, അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അവൻ വന്ന എന്നെ ഒന്ന് കാണാൻ പറയണം കേട്ടോ. അല്ലെങ്കിൽ ഏത് നേരം വാല് പോലെ അവന്റെ പുറകെ നടക്കുന്ന. ഇന്ന് മാത്രം നിനക്ക് അതിനൊന്നും കഴിഞ്ഞില്ലേ? എടാ ജിത്തു, നീ എന്റെ ഒപ്പം വാ. അപ്പൊ ഞാനോ? നീ വരണ്ട, ഇവിടുത്തെ കാര്യം നോക്കാൻ ആരെങ്കിലും വേണം. നിങ്ങളൊക്കെ ആര് പറഞ്ഞിട്ടാടാ എന്നെ ഇങ്ങോട്ട് കൂടുന്നേ? ഞാൻ പറഞ്ഞിട്ടാ അവരത് ചെയ്തത്. ശ്രുതി, നീയോ? അതെ, ഞാൻ തന്നെ. എന്നെ ഒട്ടും ഇവിടെ പ്രതീക്ഷിച്ചു കാണില്ലല്ലേ. ഒരു പ്രാവശ്യം നീ എന്റെ കയ്യിൽ നിന്ന് കാളിയെ തട്ടിപ്പറിച്ചു. വീണ്ടും അതിനെന്നെ ശ്രമിക്കുക നീ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലെ ഏക തടസ്സം അത് നീയാ. നീ ഇല്ലാതായ അവൻ എന്റെ അടുത്തേക്ക് തന്നെ വരും. ഇവനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് എനിക്ക് കാണണം. ഓക്കെ മാഡം, അത് മാഡത്തിന് ഉറപ്പായിട്ടും ഞങ്ങൾ കാണിച്ചിരിക്കും. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ കയ്യില് കെട്ടയച്ചിട്ടിട്ട് കൊല്ലാൻ വാടാ. അതെന്നെ അയച്ചു കൊടുത്തേക്ക്. ഓക്കെ മാഡം. ഇന്ദ്രേട്ടാ, ശിവ എന്നെ തട്ടിക്കൊണ്ടുവന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് ഇന്ദ്രേട്ടാ. നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ല ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടൻ വന്നോണ്ട് അവനൊന്നും ചെയ്തില്ല. നിർത്തടി നിന്റെ കള്ളക്കരച്ചില്. നീ എന്താ വിചാരിച്ചേ? ഇവനങ്ങ് ഇല്ലാതാക്കി കളഞ്ഞ എന്നെ കിട്ടുമെന്നോ? ഇത് ഈ കാളിയുടെ ശിവയാ. ഇവനെ എന്റെ അടുത്തുനിന്ന് അകറ്റാൻ ആർക്കും കഴിയില്ല. ഇവരിനി എന്താ ചെയ്യേണ്ട കാളി? ഏതായാലും ഇവള് കുറെ കാലം പ്ലാൻ ചെയ്ത് കണ്ടെത്തിയ സ്ഥലം തന്നെയല്ലേ ഇത്. ഇവിടെ കിട്ടിയില്ല എല്ലാത്തിനും. ഉത്സവം കഴിഞ്ഞിട്ട് നോക്കാം ബാക്കി. ശിവ, നീ ഓക്കെ അല്ലേ? നാഗരാജാവായ തക്ഷകനാളിൽ താപത്തിനാൽ ചെന്നോരാഴിങ്കൽ രക്ഷയ്ക്കുതകിയ ശ്രീപുള്ളോർ കുടമ്പാട് നാടിനാഗ
இலகு இலகிலகு இலகு நாகே இலகு இலகெங்கே மணிஷிலே இலகு இலகிலகு இலகு നാഗേ ഇലക് ഇലക് മാതാവേ ദയവ് ചെയ്ത് അവനെ വിടും. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്. കാളി, നീ ഇവനെ സംരക്ഷിക്കാൻ നോക്കേണ്ട. ഇവൻ ചതിയനാണ്, നിന്നെ ചതിച്ചവനാണ്. ഇല്ല മാതാവേ, അവൻ എന്നോട് അങ്ങനെ ചെയ്തിട്ടില്ല. കാളി, നിനക്കിത് എന്ത് പറ്റി? ഇവന്റെ കൗശലത്തിൽ നീ വീണ്ടും വീണുവല്ലേ? ഇവൻ നിന്നെ പ്രണയം നടിച്ച് ചതിക്കുകയാണ്. പ്രണാമം റാണി. നാം ഇലൻ മഹാദേവന്റെ അരുൾ പ്രകാരം അങ്ങയോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു നിരപരാധിയെ ദ്രോഹിക്കാൻ നാം ഒരുക്കമല്ല, അതിനാൽ നാം പോകുന്നു. പക്ഷേ ഇനിയും ഇവന്റെ ഭാഗത്തു നിന്ന് തെറ്റുകളുണ്ടായാൽ നാം ഇങ്ങനെയല്ല പ്രതികരിക്കുക. ഇവിടെ ഇപ്പൊ എന്താ നടന്നേ? അയ്യോ എന്റെ മോൻ ശിവ, കണ്ണു തുറക്ക്. ഇവനെന്താ സംഭവിച്ചേ? ശിവയുടെ ഒപ്പമുള്ളവരാരൊക്കെയാ? ഡോക്ടർ, എന്റെ മോൻ എന്തെങ്കിലും? ഏയ്, പേടിക്കാനൊന്നുമില്ല. ഹീസ് ഓക്കെ. നിങ്ങക്ക് വേണമെങ്കിൽ കയറി കാണാം. അല്ല, ആരാണ് ഈ കാളി? ഡോക്ടർ, നിങ്ങൾ ആദ്യം പോയി കാണുന്നതായിരിക്കും നല്ലത്. കാരണം പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി നിൽക്കുന്ന ടൈമിൽ നിങ്ങളുടെ പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ശിവ, നീ ഓക്കെ അല്ലേ? എന്റെ പൊന്നിന്ദ്ര, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള മാതിരി നിനക്ക് തോന്നുന്നുണ്ടോ? ഐ ആം കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങളോട് എല്ലാവരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ശിവയെയും ശിവയ്ക്ക് എന്നെയും ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ട്. ഞങ്ങളെപ്പോഴും ഇവന്റെ സന്തോഷം മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് സമ്മതമാണ്. ശിവയെ ഞാൻ എൻ്റെ മകനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. മറ്റുള്ളവരെന്തേലും പറഞ്ഞോട്ടെ, എനിക്ക് എൻ്റെ മക്കളുടെ സന്തോഷമാണ് വലുത്. അങ്ങനെ വെച്ചാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേ, ഈ നിൽക്കുന്ന ജിത്തുവും ഞാനും 5 വർഷമായിട്ട് ഇഷ്ടത്തില്ല. ഞങ്ങളെ കൂടി പരിഗണിക്കണം. ആഹാ, നിങ്ങളെല്ലാരും ചെക്കന്മാരെ തിരഞ്ഞെടുത്താൽ പിന്നെ കുടുംബം എങ്ങനെ നിലക്കും? ആദ്യം നീ ബിസിനസ് നേരെ വേണ്ട നോക്ക്, എന്നാലേ ഞങ്ങൾ ഇതിന് സമ്മതിക്കൂ. അത്രേ ഉള്ളൂ. എന്നാൽ ഇന്ന് മുതൽ ഞാൻ കൃത്യനിഷ്ഠിതമായി പാലിച്ചോളാം. ഏട്ടാ, എനിക്കെന്തോ തല മിന്നുന്ന മാതിരി തോന്നുന്നു. അഞ്ജലിയുടെ ഹസ്ബൻഡ് ആരാണ്? ഞാനാണ് ഡോക്ടറെ. കൺഗ്രാറ്റുലേഷൻസ്, ഷീ ഈസ് 1 month pregnant. പപ്പാ, അത് പിന്നെ ജസ്റ്റ് ഫോർ എ രസം.